പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നികുണ്ഡമാണ് ഇപ്പോൾ മെക്സിക്കോ. എന്താണ് മെക്സിക്കോയുടെ ഈ വർത്തമാനകാല സംഘർഷങ്ങൾക്ക് കാരണം? ഏതെങ്കിലും രാഷ്ട്രീയ പ്രശ്നങ്ങളാണോ? ആഭ്യന്തര കലാപമാണോ? അതോ ഭരണാധികാരികൾ കൊല ചെയ്യപ്പെട്ടതാണോ? ഇതൊന്നുമല്ല മെക്സിക്കോയെ ഇപ്പോൾ അശാന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇക്കാരണം കൊണ്ടൊന്നുമല്ല മെക്സിക്കോയിലെ തെരുവുകളിൽ രക്തപ്പുഴകൾ ഒഴുകുന്നത്. എൽ മെൻജോ എന്നറിയപ്പെടുന്ന നെമേസിയോ സെർവാൻതേസിനെ സൈന്യം ഫെബ്രുവരി 22 കൊലപ്പെടുത്തിയതിനു ശേഷമാണ് രാജ്യം മുഴുവൻ അരക്ഷിതാവസ്ഥയിലേക്ക് മാറിയത്. The most powerful cartel leader who has been killed. The Mexican army says it has killed the leader of the country's most powerful drug cartel. The most violent and fastest growing drug organizations in recent times. രാജ്യത്തെ മുഴുവൻ ഭീതിമുനയിൽ നിർത്തിക്കൊണ്ട് അക്രമങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നതാവട്ടെ എൽ മെൻജോയുടെ അനുയായികളും. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ലഹരിക്കടത്ത് സംഘങ്ങളിൽ ഒന്നാണ് ഹെലിസ്കോ ന്യൂ ജനറേഷൻ കാർട്ടൽ എന്ന CJNG. ഇതിന്റെ സ്ഥാപകനായിരുന്നു എൽ മെൻജോ. 136 കോടിയുടെ വിലയുള്ള ആ ശിരസിലൂടെ വെടിയുണ്ടകൾ പാഞ്ഞുപോയപ്പോൾ ലഹരിയിൽ കെട്ടിപ്പൊക്കിയ ഒരു സാമ്രാജ്യത്തിന്റെ വീഴ്ചയാണ് സംഭവിച്ചത്. എൽ മെൻജോയെ വകവരുത്തിയതിലൂടെ ഒരു ലഹരി സാമ്രാജ്യത്തിന്റെ വേരുകൾ അറുക്കുകയാണ് സൈന്യം ചെയ്തിരിക്കുന്നത്. രാജ്യത്തിന് മുഴുവൻ അപകടകാരിയായ ഒരാൾ ഇല്ലായ്മ ചെയ്യപ്പെട്ടത് രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്ന വാർത്തയാണെങ്കിൽ ഇവിടെ സംഭവിച്ചത് അതിന് നേർ വിപരീതമാണ്. ആ കൊലപാതകം മെക്സിക്കോയെ പുതിയൊരു സംഘർഷത്തിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. ഇതുവരെയുള്ള കണക്കുകൾ അനുസരിച്ച് 25 നാഷണൽ ഗാർഡുമാരും 30 അക്രമികളുമാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മെക്സിക്കോയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. മായൻ സംസ്കാരത്തിന്റെ അവശിഷ്ട ഭൂമിയാണ് മെക്സിക്കോ. ലോകത്ത് ഏറ്റവും കൂടുതൽ കത്തോലിക്കരുള്ള രാജ്യം. ആഴത്തിലുള്ള കത്തോലിക്ക വിശ്വാസവും മെക്സിക്കോയുടെ ഭാഗമാണ്. സംഗീതവും ആഘോഷങ്ങളും രാജ്യത്തിന്റെ തനത് സവിശേഷതകളാണ്. എന്നാൽ അതൊക്കെയും ഇന്ന് മയക്കുമരുന്നിന്റെ പുകപടലങ്ങൾക്കിടയിൽ നിറം മങ്ങിയ ഭൂതകാലത്തിന്റെ ഓർമ്മകൾ മാത്രമായി അവശേഷിച്ചിരിക്കുകയാണ്. കാരണം ഇപ്പോൾ രക്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു രാജ്യമാണ് മെക്സിക്കോ. ലഹരിയുടെ മണം പുകയുന്ന തെരുവുകൾ, രാഷ്ട്രീയവും അധോലോകവും ചേർന്ന് ഒരുമിച്ച് കൈകൾ കോർത്ത് നടക്കുന്ന പാതകൾ. സാംസ്കാരിക പൈതൃക രാജ്യമായി ലോക ഭൂപടത്തിൽ ഇടം പിടിച്ച മെക്സിക്കോയുടെ പുതിയ മുഖത്തിന്റെ ഒരു വശം ഇങ്ങനെയൊക്കെയാണ്. എങ്ങനെയാണ് മെക്സിക്കോ നിറം കെട്ടുപോയത്? എന്തുകൊണ്ടാണ് മെക്സിക്കോയുടെ തെരുവുകളിൽ ചോരപ്പുഴയൊഴുകുന്നത്? അതിന്റെ കാരണം അറിയണമെങ്കിൽ മെക്സിക്കോയും മയക്കുമരുന്ന് കാർട്ടലുകളും തമ്മിൽ പുലർത്തിപ്പോരുന്ന അവിശുദ്ധ ബന്ധങ്ങളെ കുറിച്ചറിയണം. ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ തക്ക പ്രാപ്തിയുള്ള സിന്തറ്റിക് മരുന്നുകളുടെ വിപണിയായി മാറിയിരിക്കുന്ന മെക്സിക്കോയെ കുറിച്ചറിയണം. അവിടെ സർക്കാരിനെ പോലും വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ള മാഫിയ സംഘങ്ങളെ കുറിച്ചറിയണം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ മെക്സിക്കോയെ നീരാളിയെ പോലെ പിടിമുറുക്കിയിരിക്കുന്ന അധോലോകമാണ് രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് പിന്നിലുള്ളത്. 1970-കൾ മുതലാണ് മെക്സിക്കോയിൽ നിന്ന് അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കടത്ത് ശക്തമായത്. കൊക്കൈനും ഹെറോയിനും മെത്താഫെറ്റാമിനും ഒരു പുഴ പോലെ മെക്സിക്കോയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഒഴുകി തുടങ്ങി. കൊളംബിയയിൽ നിന്നുള്ള കൊക്കൈൻ അമേരിക്കയിലേക്ക് ഒഴുകാനുള്ള ഏറ്റവും മികച്ച ഇടത്താവളമായിരുന്നു മെക്സിക്കോ. മയക്കുമരുന്ന് കച്ചവടത്തിലൂടെ എളുപ്പത്തിൽ കൈകളിലേക്ക് വന്ന പാപത്തിന്റെ പണം പലരുടെയും കണ്ണ് മഞ്ഞളിപ്പിച്ചു. മയക്കുമരുന്നിന്റെ അടിത്തറയിൽ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പൊക്കാൻ അവർ പദ്ധതികൾ ആവിഷ്കരിച്ചു. അങ്ങനെയാണ് മെക്സിക്കൻ കാർട്ടലുകൾ ശക്തി പ്രാപിച്ചത്. സിനോല, ജലിസ്കോ, ന്യൂ ജനറേഷൻ, ലോസ് സെറ്റ്സ എന്നിവയായിരുന്നു തുടക്കകാലത്തുണ്ടായിരുന്ന മെക്സിക്കൻ കാർട്ടലുകൾ. എന്നാൽ ഇവയൊന്നും കേവലം ഗുണ്ടാ സംഘങ്ങളോ മയക്കുമരുന്ന് വ്യാപാരം അതീവ രഹസ്യമായി നടത്തുന്ന ചെറുകിട കച്ചവടക്കാരോ ആയിരുന്നില്ല. സ്വന്തമായി ആയുധസേനയുള്ള രഹസ്യ ചാരവ്യൂഹങ്ങളുള്ള സംഘടിതവും ശക്തവുമായ ഒരു ഗ്രൂപ്പായിരുന്നു അവരുടേത്. പോലീസിലും ഭരണതലത്തിലും വരെ സ്വാധീനമുള്ളവർ. സർക്കാർ എന്ന ഭരണ സംവിധാനത്തിന് സമാന്തരമായി തന്നെ മറ്റൊരു തരത്തിലുള്ള ഭരണ സംവിധാനവും അധികാര കേന്ദ്രവും അവർ സ്ഥാപിക്കുകയും അതുവഴിയായി സർക്കാരിനെ പോലും വിലക്കെടുക്കാൻ കഴിയുന്ന വിധത്തിൽ വിജയക്കൊടി പാറിക്കുകയും ചെയ്തു. യഥാർത്ഥ രാഷ്ട്രഭരണം അധോലോകത്തിന് വഴിമാറുന്നതിന് രാജ്യം ഗതികേട് കൊണ്ട് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. പ്ലാറ്റ ഓ പ്ലോമോ എന്നാണ് കാർട്ടലുകളുടെ തത്വം. അതായത് വെള്ളി വേണോ ബുള്ളറ്റ് വേണോ? ഈ ചോദ്യത്തിന് നൽകുന്ന ഉത്തരം പോലെയായിരിക്കും മറ്റു കാര്യങ്ങൾ. ഒന്നെങ്കിൽ വെള്ളി വാങ്ങി മിണ്ടാതെ ഇരുന്ന് മയക്കുമരുന്ന് കച്ചവടത്തിന് കൂട്ടുനിൽക്കുക, അല്ലെങ്കിൽ
ബുള്ളറ്റ് വാങ്ങി ജീവൻ വെടിയുക. പല ഉദ്യോഗസ്ഥരും ആദ്യത്തേതിന് യെസ് പറഞ്ഞ് നിശബ്ദരായതോടെ മയക്കുമരുന്ന് സംഘങ്ങളെ നിയന്ത്രിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ വന്നു. പ്രധാന കാർട്ടലുകൾ തങ്ങൾക്ക് അനുകൂലമായ നിലപാടുകൾ എടുക്കുന്നവരെ സർക്കാർ സംവിധാനത്തിനുള്ളിൽ തന്നെ തിരുകി കയറ്റി. പ്രത്യേകിച്ച് സിനലോ, സാലിസ്കോ, ന്യൂ ജനറേഷൻ പോലെയുള്ള കാർട്ടലുകൾ. സൈനികരുടെ നീക്കങ്ങൾ മുൻകൂട്ടി അറിഞ്ഞും പോലീസിന് രഹസ്യമായി പണം നൽകിയും രാഷ്ട്രീയ പ്രചാരണങ്ങൾക്ക് രഹസ്യമായി പണം നൽകിയും തെരഞ്ഞെടുപ്പുകളിൽ തങ്ങൾക്ക് അനുകൂല സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചും ആർക്കും തൊടാൻ കഴിയാത്ത വിധത്തിൽ കാർട്ടലുകൾ വളർന്ന് പന്തലിച്ചു. കാർട്ടലുകളുടെ പണത്തിന് മുൻപിൽ പ്രസിഡന്റ് പോലും തന്റെ വ്യക്തിത്വം പണയം വെച്ചതിന്റെ തെളിവാണ് പ്രസിഡന്റ് എൻറിക്യു പെനാ നേറ്റോ പോലെയുള്ള ഉന്നത നേതാക്കൾ കാർട്ടലിൽ നിന്ന് പണം കൈപ്പറ്റിയതായുള്ള ആരോപണം. പ്രസിഡന്റ് ഈ ആരോപണം ശക്തമായി നിഷേധിച്ചുവെങ്കിലും ജനങ്ങൾക്ക് ഭരണകൂടത്തിലുള്ള വിശ്വാസം നഷ്ടമാകാൻ ഈ ആരോപണം കാരണമായി. ഭരണകൂടം പോലും കാർട്ടലുകൾക്ക് മുമ്പിൽ നിശ്ചലമാകുന്നത് എന്തുകൊണ്ടാണ്? കാർട്ടലുകളുടെ അസാധാരണമായ സമ്പത്ത് അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് മയക്കുമരുന്ന് കച്ചവടക്കാർ നടത്തുന്നത്. അവരോട് സന്ധി ചെയ്തുള്ള ജീവിതം നയിക്കുന്നവർക്ക് ഒരു ഓഹരി ഇനത്തിൽ നല്ലൊരു തുക മാസം തോറും കിട്ടുന്നത് കൊണ്ട് സർക്കാരും സർക്കാർ ഉദ്യോഗസ്ഥരും ഈ പ്രലോഭനങ്ങളിൽ വീഴുന്നു. പണത്തിന് പുറമെ ജീവനിലുള്ള കൊതിയാണ് മറ്റൊന്ന്. കാർട്ടലുകളെ എതിരിട്ടും മാഫിയ നേതാക്കന്മാരോട് പടപൊരുതിയും ജീവിക്കാനുള്ള തൻ്റെ ഇടമൊന്നും പല ഉദ്യോഗസ്ഥർക്കുമില്ല. മറ്റൊന്ന്, പോലീസ് ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്ന അപര്യാപ്തമായ ശമ്പളമാണ്. ഗവൺമെന്റ് തലത്തിൽ തന്നെ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ശമ്പളം വളരെ കുറവാണ്. ഈ തുക കൊണ്ട് ജീവിച്ചു പോകാൻ ജീവനക്കാർ പാടുപെടുമ്പോൾ അഴിമതിക്കും കള്ളക്കടത്തിനും കൂട്ടുനിൽക്കേണ്ട അവസ്ഥ വന്നു ചേരുകയാണ്. പല സംസ്ഥാനങ്ങളിലും സർക്കാർ സംവിധാനങ്ങൾ നാമമാത്രമാണ്. അതും മാഫിയ സംഘങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുകയും അവർക്ക് അനുകൂലമായ നിലപാടെടുക്കാൻ ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ടാണ് സർക്കാരും മാഫിയ സംഘങ്ങളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം തുടർക്കഥയാകുന്നത്. ഉദ്യോഗസ്ഥർ ഇങ്ങനെയാണെങ്കിൽ സാധാരണ ജനങ്ങളുടെ അവസ്ഥ പറയേണ്ടതുണ്ടോ? ഭീഷണിയുടെ നിഴലിലാണ് അവരുടെയും ജീവിതം. സത്യം പറയാൻ മടിക്കുകയും പേടിക്കുകയും ചെയ്യുന്ന ഒരു ജനസമൂഹം മെക്സിക്കോയുടെ പകൽ പോലെയുള്ള യാഥാർത്ഥ്യങ്ങളിൽ ഒന്നാണ്. എന്നാൽ 2006 മെക്സിക്കോ പ്രസിഡന്റ് ഫെലിപ്പ് കാൽഡെറോൺ മയക്കുമരുന്ന് സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ കൈക്കൊണ്ട വ്യക്തിയായിരുന്നു. പക്ഷേ അവിടെയും വിജയം സാധ്യമായിരുന്നില്ല. കാരണം മുൻപേ പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥർ പണം വാങ്ങി കാർട്ടലുകൾക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തിരുന്നു. ഇത്തരം കാർട്ടലുകൾക്കിടയിലെ മുൻനിരക്കാരിൽ ഒരാളായിരുന്നു എൽ മെൻചോ. മെക്സിക്കോയുടെ ഇരുണ്ട ലോകത്തിൽ മുഴുവൻ ഇരുട്ടും വാരി നിറയ്ക്കുന്ന വ്യക്തിയെന്ന് അയാളെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയാം. 1966 ദരിദ്ര ജീവിത ചുറ്റുപാടിലാണ് നെമേസിയോ ഒസൈഗോര സെർവാന്തസ് എന്ന പിൽക്കാലത്തെ എൽ മെൻചോ ജനിച്ചത്. എന്നാൽ ദരിദ്രനായി ജീവിക്കാനും ദരിദ്രനായി ഒടുങ്ങാനും അയാൾ തയ്യാറായിരുന്നില്ല. യൗവനകാലത്ത് അമേരിക്കയിലേക്ക് നടത്തിയ അനധികൃത കുടിയേറ്റവും അമേരിക്കൻ ജീവിത സാഹചര്യവും അയാളെ വല്ലാതെ മാറ്റിമറിച്ചു. അവിടെ ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങളിൽ കുടുങ്ങിയും ജയിൽവാസം വരിച്ചും കുറ്റകൃത്യങ്ങളുടെ പിൻബലത്തോടെ ഒരു നാൾ അയാൾ മെക്സിക്കോയിലേക്ക് തന്നെ തിരികെ എത്തി. മെക്സിക്കോയിലെത്തിയ ശേഷം കുറ്റകൃത്യങ്ങളുടെ വിശാലമായ ലോകത്തേക്ക് അയാൾ പ്രവേശിക്കുകയായിരുന്നു. അന്ന് മെക്സിക്കോയിൽ കുപ്രസിദ്ധി നേടിയിരുന്ന സിനാലോ കാർട്ടലിന്റെ അനുബന്ധ ഗ്രൂപ്പിൽ ചേർന്നുകൊണ്ടാണ് മാഫിയ ലോകത്തിന്റെ പാഠങ്ങൾ അയാൾ പഠിച്ചു തുടങ്ങിയത്. കാർട്ടലിൽ പെട്ടെന്ന് തന്നെ അയാൾ ശ്രദ്ധിക്കപ്പെട്ടു. എന്തും ചെയ്യാനുള്ള ക്രൂര മനസ്സിന്റെ ഉടമയായത് മുൻപിൽ നേക്കാതെയുള്ള ആക്രമണങ്ങൾക്കും കൊലപാതകങ്ങൾക്കും വഴിതെളിച്ചു. ആരുടെയും മുൻപിൽ തോൽക്കാതെയും എതിർത്തു നിൽക്കുന്നവനെ ഇല്ലാതാക്കിയും എൽ മെൻചോയുടെ തേരോട്ടം ആരംഭിക്കുകയായിരുന്നു. 2010 ജലിസ്കോ ന്യൂ ജനറേഷൻ കാർട്ടൽ ആരംഭിച്ചത്. ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ മെക്സിക്കോയിലെ ഏറ്റവും ശക്തമായ കാർട്ടലുകളിൽ ഒന്നായി അത് മാറുകയായിരുന്നു. മറ്റ് കാർട്ടലുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു എൽ മെൻചോയുടെ കാർട്ടൽ. ഒളിയാക്രമണങ്ങളായിരുന്നില്ല, തുറന്ന ആയുധാക്രമണങ്ങളായിരുന്നു അവർ നടത്തിയിരുന്നത്. ഹെലികോപ്റ്ററുകൾ വരെ വെടിവെച്ച് താഴെയിറക്കാൻ മാത്രം ആയുധബലവും സൈനിക ശക്തിയും അവർക്കുണ്ടായിരുന്നു. അത്തരത്തിലൊന്നായിരുന്നു 2015 മെക്സിക്കൻ സൈനിക ഹെലികോപ്റ്റർ വെടിവെച്ച് താഴെയിറക്കിയത്. സർക്കാർ സൈന്യത്തെ നിഷ്പ്രഭമാക്കിയ ഒരു ഒറ്റയാൾ പോരാട്ടം. ക്രൂരമായ മാർഗങ്ങൾ ഉപയോഗിച്ചാണ് എതിരാളികളെ എൽ മെൻചോ നാമാവശേഷമാക്കിയത്. പൊതുവേദിയിൽ വെച്ച് പോലും എതിരാളികൾ കൊല്ലപ്പെട്ടു. നഗരങ്ങളെ ആയുധധാരികളായ സൈനികരെ കൊണ്ട് നിയന്ത്രിക്കുകയും തനിക്ക് അനുകൂലമാക്കുകയും ചെയ്തു. സർക്കാരിനുള്ളതിനേക്കാൾ ശക്തവും ആധുനികവുമായ യുദ്ധോപകരണങ്ങളായിരുന്നു എൽ മെൻചോയ്ക്കുണ്ടായിരുന്നത്.
മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നവരെ കുറിച്ചുള്ള നമ്മുടെ പൊതുധാരണയെ തിരുത്തിയെഴുതുന്നതാണ് എൽമെൻജോയുടെ ജീവിതം. മെക്സിക്കോയിലെ പുതിയ രാജാവായിരുന്നു എൽമെൻജോ. 2019 കണക്ക് പ്രകാരം അദ്ദേഹത്തിന്റെ സമ്പത്ത് 96,000 കോടി രൂപയാണ്. 7 വർഷങ്ങൾ കൊണ്ട് ആ സമ്പത്തിലുണ്ടായ വർധനവ് എത്രത്തോളം ആയിരിക്കും എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. 20,000 പേരുണ്ട് എൽമെൻജോയുടെ സംഘത്തിലെന്നാണ് ഏകദേശ കണക്ക്. മദ്യം, പണം, പെണ്ണ്, എൽമെൻജോയുടെ മനസ്സ് മുഴുവനും സഞ്ചരിച്ചത് ഈ ത്രികോണങ്ങളിലൂടെയായിരുന്നു. മെക്സിക്കോയിൽ നിന്നാണ് അമേരിക്കയിലേക്ക് കൂടുതൽ പങ്കും മയക്കുമരുന്ന് കയറ്റി അയക്കപ്പെടുന്നത്. അതുകൊണ്ട് അമേരിക്കയിലെ യുവജനങ്ങളെ വഴിതെറ്റിക്കുകയും അവരുടെ ജീവിതം നശിപ്പിക്കുകയും ചെയ്യുന്ന ഈ മയക്കുമരുന്നൊഴുക്ക് നിയന്ത്രിക്കേണ്ടത് മറ്റാരേക്കാളും അമേരിക്കയുടെ ആവശ്യമായിരുന്നു. തന്മൂലം അമേരിക്കയിലേക്കുള്ള മയക്കുമരുന്ന് കടത്ത് തടയാൻ പ്രസിഡന്റ് ട്രംപ് മെക്സിക്കോയ്ക്ക് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഈ സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ടാണ് എൽമെൻജോ വേട്ടയ്ക്ക് മെക്സിക്കോ ഇറങ്ങിയത്. അവരെ പിന്തുണയ്ക്കാൻ US ഇന്റലിജൻസും ഉണ്ടായിരുന്നു. അങ്ങനെ മെക്സിക്കൻ US ഇന്റലിജൻസ് സംയുക്തമായിട്ടാണ് എൽമെൻജോ വേട്ടയ്ക്ക് ഇറങ്ങിയത്. വർഷങ്ങളായി അമേരിക്കൻ മെക്സിക്കൻ സൈന്യങ്ങൾ എൽമെൻജോയുടെ പിന്നാലെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരാൾക്ക് പോലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിധം അതീവ രഹസ്യമായിട്ടായിരുന്നു അയാളുടെ ജീവിതവും പ്രവർത്തനങ്ങളും. അയാളുടെ പുതിയ ഫോട്ടോ പോലും മാധ്യമങ്ങൾക്ക് ലഭ്യമായിരുന്നില്ല. സാധാരണ വിധത്തിലൊന്നും എത്തിപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള മലമേടുകളിലായിരുന്നു അയാൾ താമസിച്ചിരുന്നത്. എൽമെൻജോയെ പിടികൂടാൻ സൈന്യം വരുന്നുണ്ടെന്ന വിവരം പലപ്പോഴും അയാൾക്ക് ചോർത്തി കിട്ടാറുമുണ്ടായിരുന്നു. അതുകൊണ്ട് വർഷങ്ങളായി സൈന്യം ശ്രമിച്ചിട്ടും വരാൽ പോലെ അയാൾ പിടികിട്ടാതെ വഴുതി പോവുകയായിരുന്നു പതിവ്. വർഷങ്ങളായുള്ള ആ പതിവാണ് ഇപ്പോൾ തെറ്റിയതും. അതിന് നിമിത്തമായതാവട്ടെ അയാളുടെ കാമുകിയും. ഏതൊരു മനുഷ്യന്റെയും വീഴ്ചയ്ക്ക് കാരണമായി മാറിയിരിക്കുന്നത് അയാളുടെ തന്നെ ബലഹീനതകളാണ് എന്നതാണല്ലോ പറയപ്പെടുന്നത്. എൽമെൻജോയെ കീഴ്പ്പെടുത്തിയതും അതുതന്നെയായിരുന്നു. അന്ന് അയാൾക്ക് പതിവില്ലാത്ത വിധം കാമുകിയുമായി സന്ധിക്കണമെന്ന മോഹമുണ്ടായി. കാമുകിയെ തൻ്റെ അടുക്കലേക്ക് എത്തിക്കാനാണ് അയാൾ ശ്രമിച്ചത്. ഈ വിവരങ്ങൾ സൈന്യം അറിയുന്നുണ്ടായിരുന്നു. എൽമെൻജോയ്ക്ക് കാമുകി ഉണ്ടെങ്കിലും ഏത് കാമുകിയെ പിന്തുടർന്നാലാണ് അയാളിലേക്ക് എത്താൻ കഴിയുകയെന്ന് സൈന്യത്തിന് ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാമുകിയെക്കുറിച്ചുള്ള രഹസ്യ വിവരം ചോർത്തിക്കിട്ടിയത്. ആ കാമുകിയുമായി ഒരാൾ എവിടേക്കോ ഒരു യാത്ര പോകുന്നുണ്ടെന്ന വിവരവും പോലീസിന് കിട്ടി. അങ്ങനെയെങ്കിൽ യാത്ര എൽമെൻജോയെ കാണാൻ തന്നെ എന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ കാമുകിയുടെ പിന്നാലെ അവർ സഞ്ചരിച്ചു തുടങ്ങുകയായിരുന്നു. എൽമെൻജോയുടെ കാമുകിയുടെ യാത്ര ഹാലിസ്കോ സംസ്ഥാനത്തെ തപാൽപ്പയിലേക്കായിരുന്നു. എല്ലാവിധത്തിലും പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു അവിടുത്തെ പ്രത്യേകത. ആ പ്രതികൂല കാലാവസ്ഥയെ തൃണവൽക്കരിച്ചുകൊണ്ടാണ് സൈന്യം കാമുകിക്ക് പിന്നാലെ സഞ്ചരിച്ചത്. താൻ തൻ്റെ കാമുകന്റെ മരണത്തിന് കാരണക്കാരിയാവുകയാണെന്ന് അവൾ ഒരിക്കലും അപ്പോൾ അറിഞ്ഞിരുന്നില്ല. പക്ഷേ സംഭവിച്ചത് അതായിരുന്നു. കാമുകിക്കൊപ്പം സൈന്യമുണ്ടായിരുന്നു. അവളാകട്ടെ അതേക്കുറിച്ച് അജ്ഞയുമായിരുന്നു. കാട്ടിനുള്ളിലെ ഒളിത്താവളത്തിലേക്കായിരുന്നു കാമുകിയുടെ സഞ്ചാരം. സൈന്യം 7 ഹെലികോപ്റ്ററുകളുടെയും 2 ഡ്രോണുകളുടെയും ഒരു ചെറിയ വിമാനത്തിൻ്റെയും അകമ്പടിയോടെ അവളെ പിന്തുടർന്നു. ജീവൻ നഷ്ടപ്പെടുന്ന ഏറെക്കുറെ ഉറപ്പാക്കിയ യാത്രയായിരുന്നു സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം അത്. പക്ഷേ അവർ ഒന്ന് തീരുമാനിച്ചിരുന്നു: എൽമെൻജോയെ ഇന്ന് പിടികൂടുക തന്നെ ചെയ്യും. ഇത്രയും നാളും തങ്ങളെ കബളിപ്പിച്ച് നടന്നു നീങ്ങിയ ഇയാളെ ഇനിയും രക്ഷപ്പെടാൻ അനുവദിക്കരുത്. അങ്ങനെ ഞായറാഴ്ച രാവിലെ 7 മണിയോടെ സൈന്യം താവളത്തിലേക്ക് എത്തുകയായിരുന്നു. പിന്നീട് അവിടെ നടന്നത് സിനിമയിലെ ആക്ഷൻ രംഗങ്ങളെ വെല്ലുന്ന വിധത്തിലുള്ള സംഭവ വികാസങ്ങളായിരുന്നു. കാർട്ടൽ സംഘത്തിന്റെയും ഇന്റലിജൻസ് വിഭാഗത്തിന്റെയും തോക്കുകൾ പരസ്പരം തീതുപ്പി. വെടിയൊച്ചകൾ കൊണ്ട് കാട് വിറച്ചു. ഇരുവശത്തു നിന്നും ഭീകരമായ വെടിവെപ്പ് നടന്നുകൊണ്ടേയിരുന്നു. 2 ഭാഗത്തും ആൾനാശമുണ്ടായി. 25 സൈനികരാണ് കൊല്ലപ്പെട്ടത്. അത്രയുമോ അതിനേക്കാളേറെയോ ആൾനാശം മാഫിയ സംഘത്തിലുമുണ്ടായി. കൂടെയുള്ളവർ മരിച്ചു വീണിട്ടും കമാൻഡോകൾ ആത്മധൈര്യത്തോടെ പോരാട്ടം തുടർന്നു. ഒടുവിൽ അവരുടെ ലക്ഷ്യം സാധിച്ചു. അവർ നേർക്കുനേർ എൽമെൻജോയുമായി കണ്ടുമുട്ടി. കമാൻഡോകളുടെ തോക്കുകൾ എൽമെൻജോയുടെ നേരെ തിരിഞ്ഞു. ട്രിഗറിൽ വിരലമർന്നു. ലോകത്തെ വിറപ്പിച്ച ഒരു മാഫിയ തലവൻ അനിഷേധ്യമായ വിധിക്ക് കീഴടങ്ങി. ഗുരുതര പരിക്കുകളാണ് അയാൾക്ക് പറ്റിയത്. എൽമെൻജോയുടെ മരണത്തെക്കുറിച്ച് ഇപ്പോഴും 2 രീതിയിലുള്ള അഭിപ്രായങ്ങൾ നിലവിലുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ അയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് മരണം സംഭവിച്ചതെന്നാണ് അതിലൊന്ന്. മറ്റൊന്നാകട്ടെ പിടികൂടിയ നിമിഷം തന്നെ വധിക്കുകയായിരുന്നു എന്നും. സംഭവം ഏതായാലും ഒരു കാര്യം തീർച്ചയാണ്:
എൽമൻജോ എന്ന മാഫിയ തലവൻ ഇന്ന് ഭൂമിക്ക് മുകളിൽ ജീവിച്ചിരിപ്പില്ല. വെറും 59 വയസ്സിൽ അയാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. വാളെടുത്തവൻ വാളാൽ എന്ന ചൊല്ലുപോലെ താൻ വിതച്ചവ മാത്രം കൊയ്തെടുത്തുകൊണ്ട് അയാൾ മടങ്ങിപ്പോയിരിക്കുന്നു. വെറും 16 വർഷത്തെ മാഫിയ വാഴ്ചയ്ക്കൊടുവിൽ അയാൾ നിയതിയുടെ തീരുമാനം എന്നതുപോലെ പിൻനിരയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. ഫെബ്രുവരി 22 ഞായറാഴ്ച എൽമൻജോ കൊല്ലപ്പെട്ടതോടെ മെക്സിക്കോ അക്ഷരാർത്ഥത്തിൽ യുദ്ധക്കളമായി മാറി. തീവെപ്പും കൊള്ളയും റോഡ് ഉപരോധങ്ങളും കൊണ്ട് എൽമൻജോയുടെ കിങ്കരന്മാർ ഭീകരാന്തരീക്ഷം വിതച്ചു. കത്തിത്തീർന്ന വാഹനങ്ങൾ അസ്ഥികൂടങ്ങൾ പോലെ തെരുവുകളിൽ അനാഥമായി കിടക്കുന്ന കാഴ്ചയാണ് എവിടെയും. മറ്റു ചിലയിടങ്ങളിൽ വാഹനങ്ങളിലെ തീ അണഞ്ഞിട്ടുമില്ല. ഷോപ്പിംഗ് മാളുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഇപ്പോൾ ആളുകൾ ഇല്ലാതായിരിക്കുന്നു. സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടഞ്ഞു കിടക്കുകയാണ്. വിനോദങ്ങൾക്ക് അവധി നൽകി കനത്ത നിശബ്ദതയിലേക്ക് മടങ്ങിയിരിക്കുകയാണ് രാജ്യം. വാഹന ഗതാഗതങ്ങൾക്ക് പുറമെ വിമാന സർവീസുകളും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. വരാനിരിക്കുന്ന ഫിഫ ലോകകപ്പിലെ നിരവധി മത്സരങ്ങൾക്ക് വേദിയാകാനിരുന്ന സ്ഥലമാണ് ഹാലിസ്കോ. എന്നാൽ അക്രമങ്ങൾ തുടർക്കഥയാകുന്നതോടെ ഇവിടേക്കുള്ള പൊതുഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. ഇതിനു പുറമെ ഹൃദയം മരവിച്ചു പോകുന്ന ദൃശ്യങ്ങളും സുലഭമാണ്. വിളക്കുകാലുകളിൽ മൃതദേഹങ്ങൾ തൂങ്ങിക്കിടക്കുന്നു. ശിരച്ഛേദം ചെയ്യപ്പെട്ട മൃതദേഹങ്ങളിൽ നിന്ന് വാർന്നൊഴുകുന്ന രക്തം തെരുവുകളെ രക്തപ്പുഴകളാക്കുന്നു. ഏതൊക്കെ തരത്തിലും ഏതു രീതിയിലും ക്രൂരത ചെയ്യാം എന്ന് അടിവരയിടുന്നതാണ് ഇത്തരം ദൃശ്യങ്ങൾ. നേതാവിനെ കൊന്നതുകൊണ്ട് നിശബ്ദരായിരിക്കാൻ തങ്ങൾ തയ്യാറല്ലെന്നുള്ളതിൻ്റെ പരസ്യ പ്രഖ്യാപനങ്ങളാണ് അവർ നടത്തുന്ന ഭീകര താണ്ഡവം. നേതാവിനെ വകവരുത്തിയാലും തങ്ങളുടെ തേർവാഴ്ചയ്ക്ക് അവസാനമുണ്ടാവില്ലെന്ന് അവർ ഭംഗ്യാന്ധരണെ മെക്സിക്കോയ്ക്ക് പറഞ്ഞു കൊടുക്കുക കൂടിയാണ്. ഈ നിർഭീകരതയാണ് സൈന്യത്തിനും അധികാരികൾക്കും കീറാമുട്ടിയായിരിക്കുന്നത്. എൽമൻജോ പോയാലും അയാൾ രൂപം നൽകിയ മാഫിയ സംഘത്തിന് മെക്സിക്കോയുടെ പാതിയും ചുട്ടരിക്കാൻ തക്ക ശക്തിയുണ്ട് എന്ന് സൈന്യം വിശ്വസിക്കുന്നു. 2500ഓളം സൈനികരെയാണ് രാജ്യത്ത് വിന്യസിച്ചിരിക്കുന്നത്. എന്നാൽ എൽമൻജോയുടെ കിങ്കരനെ മറികടന്ന് എന്തെങ്കിലും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ നിസ്സഹായമായിരിക്കുകയാണ് സൈന്യം. സംഘർഷങ്ങളെ തുടർന്ന് മെക്സിക്കോയിൽ ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആളുകളെല്ലാം വീടുകളിൽ തന്നെ തുടരുന്നു. മെക്സിക്കോയിലെ 32 സ്റ്റേറ്റുകളിൽ 20ലും സ്ഥിതിഗതികൾ സമാനമാണ്. മെക്സിക്കോ കത്തിയെരിയുമ്പോൾ അവിടെ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാർക്ക് എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സുരക്ഷിത സ്ഥാനങ്ങളിൽ അഭയം പ്രാപിക്കണമെന്നും അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നുമാണ് മെക്സിക്കോയിലെ ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശം. ഇതിൽ ഏറ്റവും കൂടുതൽ അക്രമങ്ങളും നാശനഷ്ടങ്ങളും ഉണ്ടായിരിക്കുന്നത് ജാലിസ്കോ, മിച്ചോഖാൻ, തമലിസ്പാസ് എന്നീ സംസ്ഥാനങ്ങളിലാണ്. ജാലിസ്കോയിൽ വെച്ചാണ് എൽമൻജോയെ പിടികൂടുകയും കൊല്ലുകയും ചെയ്തത്. ഗോഡലജാര അതിരൂപതയുടെ ഭാഗമായുള്ള പ്രദേശമാണ് ഇത്. എൽമൻജോയുടെ കൊലപാതകത്തിന് പിന്നിൽ അമേരിക്കയുണ്ടെന്ന ആരോപണം ശക്തമായിരുന്നു. അതിനെ ശരിവെക്കുന്ന വിധത്തിലുള്ളതായിരുന്നു സംഭവത്തിന് പിന്നാലെയുള്ള US പ്രസിഡന്റ് ട്രംപിന്റെ പോസ്റ്റ്. നമ്മൾ വളരെയധികം വിജയിക്കുന്നു എന്ന ഒറ്റ വരി മാത്രമായിരുന്നു ട്രംപിന്റെ പോസ്റ്റ്. വി ആർ വിന്നിംഗ് ടു മച്ച്, ഇറ്റ്സ് ജസ്റ്റ് നോട്ട് ഫെയർ, പ്രസിഡന്റ് ട്രംപ് എന്നായിരുന്നു പോസ്റ്റിന്റെ പൂർണ്ണരൂപം. എന്നാൽ എൽമൻജോയുടെ ഓപ്പറേഷനിൽ അമേരിക്കൻ സൈന്യം നേരിട്ട് പങ്കെടുത്തിട്ടില്ലെന്നും ഒളിത്താവളം സ്ഥിരീകരിക്കാൻ സഹായിക്കുന്ന രഹസ്യാന്വേഷണ വിവരങ്ങൾ നൽകുക മാത്രമാണ് അമേരിക്ക ചെയ്തതെന്നുമാണ് മെക്സിക്കോ പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലെയും സർക്കാരുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള സമാധാന ശ്രമങ്ങൾക്കും അക്രമങ്ങളുടെ അവസാനിപ്പിക്കലിലുമാണ് മെക്സിക്കൻ പ്രസിഡന്റ് ക്ലൗദിയ ഷെയിൻബാം ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം സമാധാന ശ്രമങ്ങളിൽ കത്തോലിക്ക സഭയുടെ സാന്നിധ്യവും ഇടപെടലും ശ്രദ്ധേയമാണ്. മെക്സിക്കൻ എപ്പിസ്കോപ്പൽ കോൺഫറൻസ് രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി പ്രാർത്ഥനയിൽ ഒന്നിക്കാനാണ് ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. വ്യക്തിപരവും സാമൂഹികവുമായ സുരക്ഷാ നടപടികൾ ശക്തിപ്പെടുത്താനും യാത്ര ഒഴിവാക്കാനും മെത്രാൻ സമിതിയും ആവശ്യപ്പെടുന്നു. അതോടൊപ്പം സമാധാനത്തിനായുള്ള പ്രാർത്ഥന ശക്തമാക്കാനും നമ്മുടെ പ്രാർത്ഥന ചരിത്രത്തിൻ്റെ കർത്താവും സമാധാനത്തിൻ്റെ രാജകുമാരനുമായ യേശുക്രിസ്തുവിനോടുള്ള ആത്മവിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയായിരിക്കട്ടെ. അനുരഞ്ജനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വിതയ്ക്കാറാകാനുള്ള പ്രതിബദ്ധതയും നമുക്കുണ്ടായിരിക്കട്ടെ. ദുരിതമനുഭവിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന സഭ എന്ന നിലയിലുള്ള കൂട്ടായ്മയിൽ ഗാഡാലുപ്പ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ രാജ്യത്തെ സമർപ്പിച്ചുകൊണ്ടാണ് മെത്രാൻ സമിതി കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. ഏറ്റവും കൂടുതൽ കത്തോലിക്കരുള്ള രാജ്യമായിരുന്നിട്ടും കത്തോലിക്ക പുരോഹിതർക്ക് ജീവിക്കാൻ ഏറെ പ്രയാസമുള്ള രാജ്യം കൂടിയാണ്
മെക്സിക്കോ. അതിന് കാരണവും കാർട്ടലുകളാണ്. മയക്കുമരുന്ന് കാർട്ടലുകൾ പല പ്രദേശങ്ങളുടെയും മേൽ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്നവരാണ് കത്തോലിക്ക പുരോഹിതന്മാർ. സർക്കാർ സംവിധാനങ്ങൾ പോലും നിശബ്ദരാകുമ്പോൾ മയക്കുമരുന്ന് കച്ചവടത്തിനെതിരെ ധാർമ്മിക ബോധത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പ്രവാചക ധീരതയോടെ കത്തോലിക്ക പുരോഹിതർ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് കത്തോലിക്ക പുരോഹിതർ മാഫിയ സംഘങ്ങൾക്ക് ഭീഷണിയാണ്. മയക്കുമരുന്നിന്റെ വലയിൽ വീഴാതെ യുവജനങ്ങളെ കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടും അക്രമത്തിന്റെ ഇരകളെ സഹായിക്കുന്നത് കൊണ്ടും കത്തോലിക്ക പുരോഹിതരെ കാർട്ടലുകൾ തങ്ങളുടെ പ്രധാന ശത്രുവായി കണക്കാക്കുന്നു. അതുകൊണ്ട് അവരെ നിശബ്ദരാക്കാൻ പുരോഹിതർക്കെതിരെ കനത്ത ആക്രമണങ്ങൾ നടത്തുന്നു, അവരെ കൊന്നൊടുക്കുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ കത്തോലിക്ക വൈദികർ കൊല്ലപ്പെടുന്ന രാജ്യം മെക്സിക്കോയാണ്. നാഷണൽ ഡയലോഗ് ഫോർ പീസ്, മിറാക്കിൾ റോസറി ഫോർ മെക്സിക്കോ പോലെയുള്ള വെർച്വൽ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റികളും മെക്സിക്കോയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ നിയോഗങ്ങളുമായി സജീവവുമായിട്ട്. സമാധാനത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് വൈദികർ ദേവാലയങ്ങളിൽ നിന്നുകൊണ്ട് മെക്സിക്കോയ്ക്ക് ദിവ്യകാരുണ്യ ആശീർവാദം നൽകുന്ന ദൃശ്യങ്ങളും, അതുപോലെ ജാലിസ്കോയിലെ ഗോഡാജാര നഗരത്തിനടുത്തുള്ള സാപ്പോപ്പാൻ ബസിലിക്കയുടെ ബാൽക്കണിയിൽ നിന്ന് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ രൂപവുമായി നഗരത്തെ ആശീർവദിക്കുന്ന ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ജാലിസ്കോയിൽ പല ദേവാലയങ്ങളിലും വാതിലുകൾ അടച്ചിട്ടാണെങ്കിലും വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നുണ്ട്. മെക്സിക്കോയെ രക്ഷിക്കാൻ ഇനി സ്വർഗീയമായ ഇടപെടൽ വഴി മാത്രമേ സാധിക്കൂ എന്ന തിരിച്ചറിവിലാണ് വിശ്വാസികൾ. തിന്മ നിറഞ്ഞ ഭൂതകാലത്തിൽ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഈ രാജ്യം തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ട്, അർഹിക്കുന്നുണ്ട്. പക്ഷേ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന ഗോഡാലാഹരയിലാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ അക്രമം നടന്നത്. 4 ലോകകപ്പ് മത്സരങ്ങൾ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ പൂർണ്ണമായും ശാന്തമായാൽ മാത്രമേ മത്സരങ്ങൾക്ക് തിളക്കമുണ്ടാകൂ. തികച്ചും അസ്വസ്ഥാജനകമായ അന്തരീക്ഷത്തിൽ ജീവൻ ത്യജിച്ചും കളി കാണാനും കളിക്കാനും ആളുകൾ വരുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മത്സരങ്ങൾ സുരക്ഷിതമായി നടത്താൻ ആവശ്യമായ എല്ലാ ഉറപ്പുകളും നൽകാൻ രാജ്യം സന്നദ്ധമാണെന്നാണ് പ്രസിഡന്റ് ഷീൻബാമിന്റെ ഉറപ്പ്. ഫിഫ തലവൻ ജിയാനിയും സമാനമായ വിധത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ ലോകകപ്പ് ഗംഭീരമായി നടന്നേക്കാം. അങ്ങനെ ആയി തീരട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. തൻ്റെ സർക്കാർ യുദ്ധമല്ല സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്ന പ്രസിഡന്റിന്റെ വാക്കുകളും ശുഭസൂചനയാണ് നൽകുന്നത്. വരും ദിവസങ്ങളിലായി കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ നടപ്പിലാക്കുക വഴി മെക്സിക്കോയെ ഗ്രസിച്ചിരിക്കുന്ന ഈ അമാവാസി കടന്നു പോവുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് കരുതാം. എങ്കിലും ഒരു ചോദ്യം ഉയരുന്നുണ്ട്. എൽമൻജോ വിട പറഞ്ഞുവെങ്കിലും പുതിയൊരു എൽമൻജോ മെക്സിക്കോയിൽ നിന്ന് ഉയർത്തെണീക്കുമോ? മയക്കുമരുന്ന് വ്യാപാരങ്ങളുടെ ലോകത്തിൽ പുതിയൊരു വില്ലൻ കടന്നു വരുമോ? ഇങ്ങനെ സംശയിക്കാൻ കാരണം സൈനിക നടപടിയിൽ കൊല്ലപ്പെടുന്ന ആദ്യത്തെ മാഫിയ തലവനൊന്നുമല്ല എൽമൻജോ എന്നതാണ്. ഈ കൊലപാതകത്തിന് മുൻപും നിരവധി മാഫിയ തലവന്മാർ കാലഗതി പ്രാപിച്ചിട്ടുണ്ട്. ഒരു മാഫിയ സംഘത്തിൻ്റെയും അന്ത്യം കുറിക്കാനും വേരോടെ പിഴുതെറിയാനും സർക്കാരിന് സാധിച്ചിട്ടില്ല. ആദ്യത്തേതിനേക്കാൾ ശക്തനായി പുതിയൊരാൾ കടന്നു വന്നതിനാണ് മെക്സിക്കോ എന്നും സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എൽമൻജോയ്ക്ക് ശേഷം മെക്സിക്കോയിൽ എന്ത് സംഭവിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുന്നു. കാത്തിരിക്കാം.